ദാരികവധത്തിനു ശേഷം രക്തദാഹിയായി കലിതുള്ളി നിന്ന ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാൻ വിഷ്ണു ഗരുഡനെ ദേവിയുടെ സമീപത്തേക്ക് അയച്ചു. ഗരുഡൻ ദേവിയെ സന്തോഷിപ്പിക്കാനായി നൃത്തം ചെയ്തു. ശേഷം ദേവിക്ക് ഗരുഡൻ സ്വന്തം രക്തം അർപ്പിച്ചു. ഗരുഡന്റെ രക്തം പാനം ചെയ്തതിനു ശേഷമാണ് ദേവിയുടെ കോപം അടങ്ങിയതെന്നാണ് വിശ്വാസം. ദാരികവധത്തിനു ശേഷം രക്തദാഹിയായി കലിതുള്ളി നിന്ന ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാൻ വിഷ്ണു ഗരുഡനെ ദേവിയുടെ സമീപത്തേക്ക് അയച്ചു. ഗരുഡൻ ദേവിയെ സന്തോഷിപ്പിക്കാനായി നൃത്തം ചെയ്തു. ശേഷം ദേവിക്ക് ഗരുഡൻ സ്വന്തം രക്തം അർപ്പിച്ചു. ഗരുഡന്റെ രക്തം പാനം ചെയ്തതിനു ശേഷമാണ് ദേവിയുടെ കോപം അടങ്ങിയതെന്നാണ് വിശ്വാസം. ദാരികവധത്തിനു ശേഷം രക്തദാഹിയായി കലിതുള്ളി നിന്ന ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാൻ വിഷ്ണു ഗരുഡനെ ദേവിയുടെ സമീപത്തേക്ക് അയച്ചു. ഗരുഡൻ ദേവിയെ സന്തോഷിപ്പിക്കാനായി നൃത്തം ചെയ്തു. ശേഷം ദേവിക്ക് ഗരുഡൻ സ്വന്തം രക്തം അർപ്പിച്ചു. ഗരുഡന്റെ രക്തം പാനം ചെയ്തതിനു ശേഷമാണ് ദേവിയുടെ കോപം അടങ്ങിയതെന്നാണ് വിശ്വാസം. ദാരികവധത്തിനു ശേഷം രക്തദാഹിയായി കലിതുള്ളി നിന്ന ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാൻ വിഷ്ണു ഗരുഡനെ ദേവിയുടെ സമീപത്തേക്ക് അയച്ചു. ഗരുഡൻ ദേവിയെ സന്തോഷിപ്പിക്കാനായി നൃത്തം ചെയ്തു. ശേഷം ദേവിക്ക് ഗരുഡൻ സ്വന്തം രക്തം അർപ്പിച്ചു. ഗരുഡന്റെ രക്തം പാനം ചെയ്തതിനു ശേഷമാണ് ദേവിയുടെ കോപം അടങ്ങിയതെന്നാണ് വിശ്വാസം. ദാരികവധത്തിനു ശേഷം രക്തദാഹിയായി കലിതുള്ളി നിന്ന ദേവിയുടെ കോപം ശമിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാൻ വിഷ്ണു ഗരുഡനെ ദേവിയുടെ സമീപത്തേക്ക് അയച്ചു. ഗരുഡൻ ദേവിയെ സന്തോഷിപ്പിക്കാനായി നൃത്തം ചെയ്തു. ശേഷം ദേവിക്ക് ഗരുഡൻ സ്വന്തം രക്തം അർപ്പിച്ചു. ഗരുഡന്റെ രക്തം പാനം ചെയ്തതിനു ശേഷമാണ് ദേവിയുടെ കോപം അടങ്ങിയതെന്നാണ് വിശ്വാസം.